കണ്ണൂർ, പേരാവൂർ, നെടുമ്പോയിൽ മേഖലകളിലെ ആദിവാസി കോളനികൾ കേന്ദ്രീകരിച്ച് അവയവ മാഫിയ പിടിമുറുക്കിയിരിക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഒരു യുവതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. അവയവ മാഫിയയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട യുവതി നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? ഇതിനെ ഇപ്പം ഇവരോട് പറഞ്ഞ പോലെ തന്നെ ഞാനും പറയുന്നത് ഇത് തന്നെയാണ്. എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി പറയൂ. എന്താണ്? പിന്നെ എൻ്റെ ഈ കിഡ്നിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടെസ്റ്റിനും കാര്യത്തിനും 1.5 വർഷമായി ഈ കിഡ്നി കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഭർത്താവിൻ്റെ ഭീഷണിയിലും അടിയിലും ചവിട്ടിലും ഇയാളെന്നെ കൊന്നുകളയുന്നും പോലും ഭീഷണി, എന്നെ മണ്ണെണ്ണ ഒഴിച്ച് കൊന്നുകളയുന്നും പോലും ഭീഷണിയിൽ ഇന്ന് പിന്നെ നിന്നുപോയത്. ഭർത്താവിന്റെ ഭീഷണിയിലാണ് നിങ്ങൾ കിഡ്നി കൊടുക്കാൻ തയ്യാറായത്. അപ്പം അത് ഞാൻ ടെസ്റ്റുകളും കാര്യങ്ങളും കഴിയുന്നവരെ ഞാൻ പിന്നെ പിടിച്ചു നിന്നു. എവിടെയായിരുന്നു ടെസ്റ്റ് ഒക്കെ നടത്തിയത്? ലെക്സർ ഹോസ്പിറ്റലിൽ, എറണാകുളം ലെക്സർ ഹോസ്പിറ്റലിൽ. അവിടെയാണ് പിന്നെ ഈ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പോൾ അത് പിടിച്ച് ആ ടെസ്റ്റ് കഴിഞ്ഞാൽ ഞാൻ പിടിച്ചു നിന്നു ഇയാളെ മുന്നിൽ. അല്ലെങ്കിൽ ഇയാളെന്നെ കൊന്നുകളയുന്ന എനിക്ക് ഉറപ്പായിരുന്നു. ഇയാളെ എന്നെ എന്ത് ചെയ്തു എന്ത് വേണമെങ്കിലും എന്നെ രാത്രി ചിലപ്പോൾ ഒരു കല്ലെടുത്തിട്ട് തലയിലിട്ട് കൊല്ലാനും ഇയാൾ മടിക്കില്ല. അങ്ങനത്തെ ഒരാളാണ്. അതുകൊണ്ട് അയാൾ പറഞ്ഞ പോലെ പേടിച്ച് നിന്നു. പക്ഷേ ടെസ്റ്റെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേന് പിന്നെ എനിക്ക് പേടിയാണ് കിഡ്നി കൊടുക്കാൻ. സത്യത്തിൽ എനിക്ക് പേടിയാണ് കിഡ്നി കൊടുക്കണമെന്ന്. എനിക്ക് എൻ്റെ പ്രായം അത്രയേ ഉള്ളൂ, 29 വയസ്സാണ്. ആ 29 വയസ്സിൽ ഞാൻ ഈ ഒരു കിഡ്നി കൊടുത്താൽ എനിക്ക് നഷ്ടങ്ങൾ എനിക്കാണ് വരുന്നത്. അതുകൊണ്ട് നാട്ടുകാർക്കാർക്കും നഷ്ടങ്ങൾ വരാൻ പോകുന്നില്ല. പക്ഷേ അതിൽ ബെന്നി എന്ന് പറഞ്ഞ ഒരാളാണ്. അയാൾ കിഡ്നീൻ്റെ ഒരു ഏജൻറ്റാണ്. അയാൾ ഏജൻറ്റാണ്. അയാളാണ് ഈ കിഡ്നി എത്രയോ ആൾക്കാരെ കിഡ്നി ലിവർ എല്ലാം വിറ്റ് പൈസ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ് ഈ ബെന്നി. അപ്പോൾ ബെന്നിയാണ് എൻ്റെ ഭർത്താവിനോട് പറഞ്ഞത് മാനസിക കിഡ്നി നമുക്ക് കൊടുക്കാം, ഇത്രയും ലക്ഷം രൂപ തരാം. അതുപോലെ ഇവിടെ നിന്ന് കിട്ടൂല, ഇവിടെ നിന്ന് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ അഡ്രസ്സ് നമുക്ക് അങ്ങോട്ടാക്കാമെന്ന് പറഞ്ഞു. എറണാകുളത്തേക്ക് ഇവിടുത്തെ അഡ്രസ്സ് മാറ്റണം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് എറണാകുളത്തേക്ക് അഡ്രസ്സ് മാറ്റിയതും ഇത്രയും ടെസ്റ്റും കാര്യങ്ങളും നടന്നതും DVSPൻ്റെ ലെറ്റർ വാങ്ങിയതും എല്ലാ വില്ലേജിലെയും പഞ്ചായത്തിലും എല്ലാ പേപ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിയത്. അതായത് ഇതിന് വേണ്ടുന്ന സർട്ടിഫിക്കറ്റുകളൊക്കെ ബെന്നി തന്നെയാണോ തയ്യാറാക്കിയത്? എല്ലാം ബെന്നി തന്നെയാണ് തയ്യാറാക്കിയത്. അത് എറണാകുളത്തു നിന്നാണോ വാങ്ങിയത്? എറണാകുളത്ത് നിന്ന്, ആലുവയിൽ നിന്നാണ് എല്ലാം വാങ്ങിയത്. അതായത് ഇയാൾ ആലുവയിലാണ് താമസക്കാരി എന്ന നിലയ്ക്കാണ് ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ തയ്യാറാക്കിയത്. അതെ അതെ. എത്ര ലക്ഷം രൂപയായിരുന്നു ഓഫർ? 9 ലക്ഷം രൂപ. അതിൽ ബെന്നിക്ക് എത്ര കൊടുക്കണം എന്ന് പറഞ്ഞു? 1 ലക്ഷം രൂപ. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് 2 ലക്ഷം രൂപയും. ബാക്കി എനിക്ക് 6 ലക്ഷം രൂപ തരാമെന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ ഭർത്താവ് ഇതിനു മുമ്പ് കിഡ്നി കൊടുത്തിട്ടുണ്ട്? 2014 കിഡ്നി കൊടുത്തത്. അയാളിപ്പോൾ കിഡ്നി കൊടുത്തിട്ട് 11 വർഷമായി. അത് ഈ ബെന്നിയുടെ കെയറോഫിലായിരുന്നു? അതെ, കെയറോഫിൽ തന്നെ, ബെന്നിൻ്റെ കെയറോഫിൽ തന്നെ കൊടുത്തത്. അന്ന് എത്ര രൂപ കിട്ടി ഭർത്താവിന്? 6 ലക്ഷം രൂപ. പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് പിന്മാറിയത്? ഭയന്നിട്ടാണോ? ഭയന്നിട്ട് മാത്രമല്ല, എൻ്റെ റേഷൻ കാർഡും ആധാറിൻ്റെ ഒരു പ്രശ്നം കൂടി വന്നപ്പോൾ ഞാൻ ഇന്ന് പിന്മാറിയതാണ്. പിന്നെ ഒരു പൈസ ഇതൊരു ബുദ്ധിമുട്ടും കൂടി വന്നപ്പോൾ ഞാൻ പിന്മാറി. പൈസ ഇവരെന്നിങ്ങനെ എൻ്റെ ജീവിതം എൻ്റെ കിഡ്നി കൊടുത്തിട്ട് ഇവരെന്നെ പറ്റിക്കുന്നതാണെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാനിന്ന് പിന്മാറി. ഇവരെന്നെ പറ്റിക്കുന്നതാണെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാനിന്ന് പിന്മാറി. പൈസ തരില്ല എന്നൊരു സംശയം ഉണ്ടായി? ഉണ്ടായി. എന്നാൽ എൻ്റെ കിഡ്നി എടുത്തിട്ട് ഇവർ എന്നോട് പൈസ തരില്ല എന്ന് എനിക്കൊരു ഉറപ്പ് വന്നു. അതെനിക്ക് അവരുടെ വർത്താനത്തിൽ മനസ്സിലായി. ബെന്നി വർത്താനം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ പൈസക്ക് ഇത്രയും പൈസ എനിക്ക് 6 ലക്ഷം രൂപ എനിക്ക് തരുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇയാൾ എന്നെ ചതിക്കുന്നതാണെന്ന്. ഈ നിങ്ങളുടെ ഭർത്താവ് അല്ലാതെ ബെന്നിയുടെ കെയറോഫിൽ വേറെ ആളുകൾ ഇത്തരത്തിൽ കിഡ്നി കൊടുത്തിട്ടുണ്ടോ? ഇവിടുന്ന് ആരും അങ്ങനെ കൊടുത്തിട്ടില്ല. ഇല്ല. ഇത് എൻ്റെ ഭർത്താവ് കൊടുത്തതിന് ശേഷം എന്നോട് പറഞ്ഞു. പക്ഷേ എൻ്റെ ഭർത്താവ് അവിടെ ഒരു ഭർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ കിഡ്നി കൊടുത്തിയല്ലേ, നിനക്ക് കണ്ടിട്ട് നിനക്ക് കിഡ്നി കൊടുത്തുകൂടെയെന്ന്. അങ്ങനെ ഒരു വർത്താനം എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞായിരുന്നു. എവിടെ ആർക്കൊക്കെ പരാതി കൊടുത്തിരിക്കുന്നത്? ഞാൻ പിന്നെ എറണാകുളത്ത് IG കൊടുത്ത്, കണ്ണൂർ IG കൊടുത്ത്, എന്നിട്ട് DYSPക്ക് കൊടുത്ത്, കേളകം കൊടുത്ത്, എല്ലാ സ്ഥലത്തും പരാതി കൊടുത്തിട്ടുണ്ട്. എത്ര നാൾ മുമ്പ് പരാതി കൊടുത്തത്? ഇപ്പോൾ ഒരു 2 മാസമായി. കഴിഞ്ഞ മാസം ഈ മാസം കൂടി 2 മാസമായി. ഈ പരാതിക്ക് ഞാൻ ഈ കേസുമായിട്ട് ഈ പരാതിയായിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ട്. എന്നിട്ടും പോലീസുകാരും ഈ അന്വേഷണം തുടങ്ങിയിട്ടുമില്ല. ഇത്രയും ദിവസങ്ങൾ വന്നിട്ടാണ് ഇന്ന് DYSP വന്നത്. പേരെ DYSP ഇന്നാണ് വന്നത് ഇവിടെ. ഇന്ന് DYSP വന്ന് മൊഴിയെടുത്തു. മൊഴിയെടുത്ത് പോയി. ഇത്രയും ആരും അന്വേഷണം തുടങ്ങാനോ ഇവരെ പേരിൽ കേസെടുക്കണോ ഇവരെ പിടിച്ച് അകത്താക്കണോ ഇന്നൊന്നും ആരും ഇത്രയും ദിവസങ്ങളായിട്ട് ആലോചിച്ചിട്ടില്ലായിരുന്നു. ബെന്നി പിന്നെ വയനാട് എവിടെ? വയനാട് കാട്ടിക്കുളം. അങ്ങോട്ട് പിന്നെ സ്ഥലം വാങ്ങിയിട്ട് അങ്ങോട്ടാണ് ഇപ്പോൾ അവിടെ. നാട്ടുകാരനായിരുന്നു ബെന്നി? ഈ നാട്ടുകാരൻ തന്നെയായിരുന്നു. നാട്ടുകാരൻ പെരുന്തോട്ടിക്കാരനായിരുന്നു. എന്നെ ഇപ്പോൾ അവൻ്റെ 2ാം വൈഫുമായിട്ടാണ് അവിടെയാണ് താമസം. ആദ്യത്തെ ഭാര്യയെ മക്കൾ ഇവിടെയാണുള്ളത്. പോലീസ് മൊഴി എടുത്തിട്ടുണ്ട്? എടുത്തിട്ടുണ്ട്. അവർ കേസ് എടുക്കുമോയെന്ന് എനിക്കറിയില്ല. അവർ വന്നപ്പോൾ ഞാൻ എല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേസ് എടുക്കാനായിട്ടാണ് ഞാൻ ഇത്രയും അറ്റം വരെ പോയിട്ട് എല്ലാം പരാതി ഞാൻ കൊടുത്തു നോക്കി. എന്നിട്ടും പോലീസുകാർ അന്വേഷിക്കാൻ പോലീസുകാരും വന്നിട്ടില്ല. ഇന്നാണ് DYSPയുടെ എത്തിയത്. ഓക്കെ, എന്തായാലും വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് നെടുമ്പോയിലെ
ആദിവാസി യുവതി നടത്തുന്നത്. ഇക്കാര്യത്തിൽ ഇന്ന് ഡിവൈഎസ്പി പേരാവൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തുകയും പെൺകുട്ടിയുടെ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അടിയന്തരമായ നടപടി വേണമെന്നാണ് യുവതി ആവശ്യപ്പെടുന്നത്. നെടുമ്പൂയിൽ നിന്ന് ക്യാമറാമാൻ ഷിജിത് കണ്ണോമിനൊപ്പം സുനിൽ ഐസക്, മീഡിയ 1 കണ്ണൂർ.